ഈർപ്പം തട്ടാതെ ഉള്ള നെല്ലിങ്ങനെ ഉണക്കാൻ തുടങ്ങിയിട്ട് ദിവസം 20 കഴിഞ്ഞു. വിളിക്കാവുന്നവരെ എല്ലാം വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല. 20 ദിവസമായിട്ട് 3-4 ബംഗാളി ഒരു മലയാളിയും വെച്ചിട്ട് മൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പർ കുട്ടനാട്ടിലെ ചെന്നിത്തല ഉൾപ്പെടെയുള്ള പാടശേഖരങ്ങളിൽ സംഭരണം വൈകുകയാണ്. നെല്ല് സംഭരിച്ചയിടത്താകട്ടെ വേനൽ മഴയുടെ പേരും പറഞ്ഞ് മില്ലുകാർ 10 കിലോ വരെ കിഴിവ് വാങ്ങിയെടുത്തു. കൃഷി പിഴച്ചതോടെ ചില കർഷകർ കൊയ്യാതെ നെല്ല് ഉപേക്ഷിക്കുകയാണ്. കൊയ്ത്തന്ത്രത്തിന്റെ കൂലി കൂടി നഷ്ടമാകില്ലല്ലോ. കൊടുംചൂട് കാരണം കാർഷിക മേഖലയിൽ 250 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി. ഉദ്യോഗസ്ഥന്മാരുടെ സംഘത്തെ ഡൽഹിയിലേക്ക് അയച്ച് ഇക്കാര്യത്തിൽ ഫലപ്രദമായൊരു ഇടപെടൽ തീർക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റും ഇക്കാര്യം ഗൗരവതരമായി ചർച്ച ചെയ്യും. സാധ്യമായ സഹായങ്ങളെല്ലാം കർഷകർക്ക് എത്തിക്കേണ്ടതുണ്ട്. ദുരിതബാധിത മേഖലയായി പ്രഖ്യാപിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.